എല്ലാ പ്രിയപ്പെട്ടവർക്കും നക്ഷത്രങ്ങൾ എന്ന വിനോദ് ചാനലിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പഴയ ആ ഒരു കാല ക്രിസ്മസിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും. എൻ്റെ പഴയകാല ക്രിസ്മസിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ് ഈ സമയം. ചെല്ലാനം എന്ന ഈ കുഗ്രാമത്തിൽ, അതിലും കുഗ്രാമമായ മുതുകോളം എന്ന് പറഞ്ഞ ഒരു ദേശത്താണ് എൻ്റെ വീട്. അപ്പോൾ ആ ഒരു ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു സന്തോഷത്തിൻ്റെതായ ഒരു നാളുകളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളും തോരണങ്ങളും പുൽക്കൂടും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ് ക്രിസ്മസ്. ഇന്ന് കാണുന്ന പോലെയുള്ള ആ ഒരു ഭയങ്കര ലൈറ്റിൻ്റെയും ആ ഒരു ആഘോഷങ്ങളുടെയൊക്കെ ഉള്ള ഒരു ക്രിസ്മസ് അല്ല അന്ന്. അന്നത്തെ ക്രിസ്മസ് പുൽക്കൂട് കെട്ടുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ചാലിൻ്റെയൊക്കെ അരികിലുള്ള പോട്ട എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഒരു തൈ, അതിൻ്റെ ആ ഒരു ഓല വെട്ടിയെടുത്ത് നമ്മളിങ്ങനെ വെയിലത്തിട്ട് ഉണക്കി അത് സ്വരുക്കൂട്ടി വെക്കും. അതിനുശേഷം നമ്മൾ നവംബർ മാസത്തിൽ തന്നെ ഈ തെങ്ങ് കയറുന്ന വീടുകൾ നോക്കി നമ്മൾ പോയിട്ട് അവിടെ പോയി നമ്മൾ ഓലയുടെ അളികളൊക്കെ അങ്ങ് ചീവി ഒക്കെ എടുത്തിങ്ങനെ ഉണക്കി നക്ഷത്രങ്ങൾ കെട്ടാൻ വേണ്ടി. അത് എനിക്ക് നക്ഷത്രം കെട്ടാൻ അറിയില്ലെങ്കിലും അപ്പച്ചന് നല്ലോണം നക്ഷത്രം കെട്ടാനൊക്കെ അറിയാം. അപ്പച്ചനാണ് അത് നക്ഷത്രത്തിൻ്റെ പരിപാടി, കലാപരിപാടിയൊക്കെ എല്ലാം അപ്പച്ചനാണ് ചെയ്യുന്നത്. ആ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇന്നുള്ള ആ ഒരു ക്രിസ്മസോട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പോരായ്മ ഇന്ന് നമ്മൾക്ക് അനുഭവപ്പെടുന്നു. എവിടെയൊക്കെ നമ്മൾ അന്യം നിന്ന് പോയ ഒരു ആഘോഷങ്ങൾ ഇന്നത്തെ ക്രിസ്മസിനുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ക്രിസ്മസിൻ്റെ തലേ ദിവസം തന്നെയാണ് എല്ലാവരും ഭയങ്കര തിരക്ക്. അത് മേടിക്കുന്നു, ഇത് മേടിക്കുന്നു, എല്ലായിടത്തും തോരണം തൂക്കുന്നു, മൊത്തത്തിലൊരു തിരക്ക് ഫീൽ ചെയ്യുന്നു. അന്ന് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ ക്രിസ്മസിൻ്റെ മനോഹാരിതയ്ക്ക് പ്രത്യേകതയുണ്ട്. കാര്യം നമ്മുടെ ഉണ്ണിയേശു ജനിക്കുന്നത് തന്നെ ഒരു ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ ദാരിദ്ര്യത്തിന് ഒരു സൗന്ദര്യമുണ്ട്. ഒരു പുൽക്കൂട്, ആ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ഒരു പിറന്നു കിടക്കുന്ന ആ ഒരു ഉണ്ണി, ചുറ്റും ആടുകൾ. അപ്പോൾ ആ ഒരു ദാരിദ്ര്യ പശ്ചാത്തലം, അന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒരു ദാരിദ്ര്യ പശ്ചാത്തലത്തിലായതുകൊണ്ട് ഈ ക്രിസ്മസിനും ആ ഒരു ഭംഗിയുണ്ട്. കാര്യം ഈ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ കിട്ടാത്ത, അന്ന് വരെ നമ്മൾ ആസ്വദിക്കാത്ത ഭക്ഷണം നമ്മൾക്ക് കിട്ടുന്നത് തന്നെ ഈ ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസം. അപ്പോൾ അതിന് ഭയങ്കര ഒരു ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ ആ ഒരു ദിവസം ആ പാതിര കുർബാനക്ക് വരുന്നതും അത് കഴിഞ്ഞു പോയി ആ വെള്ളയപ്പം ചുട്ട് അമ്മ വെക്കുമ്പോൾ അതിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് മാറിക്കിടന്ന് ഉറങ്ങുന്നത്. ആ ഒരു രസം, ആ കള്ളപ്പത്തിൻ്റെ ആ ഒരു മണമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ശരിക്കും ഈ ദാരിദ്ര്യം മനുഷ്യരിൽ നിന്ന് അകന്നു പോയപ്പോൾ ക്രിസ്മസിൻ്റെ ഭംഗിയും അതോടുകൂടി അങ്ങോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ആർക്കും ദാരിദ്ര്യമില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായി മാറി ക്രിസ്മസ്. നമുക്ക് പൈസ ഉണ്ട്, എന്തും മേടിക്കാം. അപ്പോൾ നമ്മൾ അന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം എല്ലാ ദിവസവും നിരന്തരം ആ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതോടുകൂടി ആ ഭക്ഷണത്തിൻ്റെ രുചിയും നമ്മുടെ നാവിൽ നിന്നും പോയി. അപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഭംഗിയും സ്വാഭാവികമായി നമ്മുടെ ഇടയിൽ നിന്നും മാറി. ഇന്നത്തെ ക്രിസ്മസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പൈസയുമായിട്ട് നമ്മളൊരു മാർക്കറ്റിലേക്ക് പോകുന്നു. പുൽക്കൂട്, നക്ഷത്രം, മറ്റ് ഭക്ഷണ സാധനങ്ങളെല്ലാം ഒറ്റ വണ്ടിക്ക് കയറ്റി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. അതൊരു ഭംഗിയില്ലാത്ത ക്രിസ്മസ്. പക്ഷെ അന്നത്തെ ക്രിസ്മസിനെ സംബന്ധിച്ച് നമ്മൾ ദിവസങ്ങളോളം എടുത്താണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പോൾ അതിന് തന്നെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു പ്രതീതി, ഒരു ശാന്തിയുടെയും സമാധാനത്തിന്, പ്രകൃതി പോലെ നമ്മൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് ശരിക്കും ക്രിസ്മസിൻ്റെ. ആ ഒരു തണുപ്പും ആ ഒരു നിലാവും. ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ പുഴയോരത്താണ്. അപ്പോൾ പുഴയോരത്ത് നോക്കുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെതായ ആ ഒരു പ്രതീതി. ഇപ്പോഴും പ്രകൃതി ആ രീതിയിൽ തന്നെ പ്രകൃതി വന്നു തുടങ്ങിക്കഴിഞ്ഞു.
പക്ഷെ മനുഷ്യരായ നമുക്കാണ് ആ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോഴും എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു ഫീല്. അപ്പോൾ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് എല്ലാവരും വരണമെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു നമുക്ക് ഇല്ലായ്മയിൽ നിന്നുള്ള ആ ഒരു ക്രിസ്മസിൻ്റെ ഭംഗി എന്തായാലും ഇന്ന് ഉള്ള ക്രിസ്മസിന് ഇല്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ ക്രിസ്മസ്, ഈ നക്ഷത്രങ്ങൾ എന്നുള്ള പരിപാടി, ഈ വിനോദ് ചാനലിൻ്റെ ഈ ഒരു പരിപാടി വളരെ രസകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞാനും ഈ ഒരു പരിപാടിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വരുന്ന ഒരു ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നേർന്നുകൊണ്ട്